ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഞാവൽപ്പഴത്തിൻ്റെയാണ് കേട്ടോ. ഇന്നലെ ചേട്ടായി എറണാകുളം പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഈ ഞാവൽപ്പഴങ്ങൾ എന്ത് രസമല്ലേ, നല്ല പളുങ്ക് പോലെ ഇരിക്കുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രസം. അതിനകത്ത് ഇങ്ങനെ കയ്യിലിട്ട് വാരിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അത് ചീത്തയായതല്ല കേട്ടോ, ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കവറിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കവറിൽ ഇരുന്നുകൊണ്ടിട്ടുണ്ടായൊരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് വന്നതാണ് അങ്ങനെ കേട്ടോ. കുറേ തവണ കഴുകിയെടുത്തു കേട്ടോ. ഞാനൊരു 3-4 തവണ കഴുകിയിട്ട് ഉപ്പിട്ട് കുറേ സമയം വെച്ചു കേട്ടോ. അങ്ങനെ കഴുകിയെടുത്തപ്പോൾ കിട്ടിയതാണിത് ഈ വിരുദ്ധന കേട്ടോ. ഈ വിരുദ്ധന കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ സമാധാനം പോയി. അപ്പോൾ ഞാൻ ഓർത്ത് ഇവൻ എവിടെ കുളിച്ചിരുന്നിട്ടാണ് ഈ 3-4 വെള്ളത്തിൽ കഴുകിയിട്ടും അവൻ ചാടിപ്പോകുന്നില്ല. പിന്നെ ലാസ്റ്റാണ് അവൻ വന്നത്. അപ്പോൾ ഇനി ഇവൻ എവിടെയാണ് ഒളിച്ചിരുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പിന്നെ സമാധാനമില്ല. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പെറുക്കി എടുത്ത് ഓരോന്നും സൂക്ഷിച്ചിന് വല്ല തോളയൊക്കെ ഉണ്ടോ അതിനകത്ത് വല്ലതും കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കി പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴുകിട്ടോ. എനിക്ക് പാത്തുവിനെ ഗർഭിണിയായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നതും ഈ ഞാവൽപ്പഴം കേട്ടോ. അന്നേരം ഞങ്ങൾ പിറവം പോയപ്പോൾ ഒരു വീട്ടിൻ്റെ സൈഡിൽ ഈസാൻ ഇഷ്ടം പോലെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോദിച്ച് മേടിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആ മരം കാണാനില്ല, അവർ വെട്ടിക്കളഞ്ഞു. എൻ്റെ കൊതി കൊണ്ടിട്ടാണോ ആ മരത്തിൻ്റെ ആയുസ് അത്ര ഉണ്ടോയെന്നൊന്നും അറിയാൻ പാടില്ല, അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ആ മരം അവിടെ ഇല്ല, അവർ വെട്ടിക്കളഞ്ഞു. അവർക്കെന്താ ശല്യമാണ്. നമ്മുടെ കൊതി നമുക്കല്ലേ അറിയുള്ളൂ. കഴുകിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണെടുത്ത് തിന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഭയങ്കരമായ ഒരു വയലറ്റ് കളറൊന്നും അല്ലായിരുന്നു, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ടാറ്റ.